IELTS, OET പോലുള്ള ലാംഗ്വേജ് ടെസ്റ്റുകൾ എങ്ങനെ നമ്മൾക്ക് ആദ്യ ശ്രമത്തിൽ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും? ഫസ്റ്റ്ലി, നമ്മുടെ ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ബേസിക് ടു അഡ്വാൻസ് ഗ്രാമർ, ഫ്ലുവൻസി, വൊക്കാബുലറി തുടങ്ങിയ കാര്യങ്ങളിൽ നല്ല ബേസ് ഉണ്ടാക്കി എടുക്കുക. സെക്കൻഡ്ലി, നമ്മൾ എന്ത് ടെസ്റ്റ് ആണോ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിന്റെ മോഡ്യൂൾസ് എന്താണ്, അതിന്റെ ടൈം ഡ്യൂറേഷൻ എത്രയാണ്, സ്കോറിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നതിനെ പറ്റി ഡീപ്പ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി എടുക്കണം. തേർഡ്ലി, പ്രാക്ടീസ് യൂസിംഗ് സ്ട്രാറ്റജീസ്. നമ്മളിപ്പോൾ IELTS ഒരു ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ റീഡിംഗ് എന്നൊരു മോഡ്യൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പലതരം സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ എല്ലാ ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റും ഓരോ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് സിമ്പിൾ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ആദ്യം വർക്ക്ഔട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം അഡ്വാൻസ് മെറ്റീരിയൽസിലേക്ക് കടന്നു പോകുക. തേർഡ്ലി, സ്കോറിംഗ് ആൻഡ് അസസ്മെന്റ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് എത്രത്തോളം ബാൻഡ് സ്കോർ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. നമ്മൾ ഏത് മോഡ്യൂളിലാണോ വീക്ക്, അത് എന്തുകൊണ്ടാണ് വീക്ക് ആയത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് ഇംപ്രൂവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആദ്യ അറ്റംപ്റ്റിൽ തന്നെ എന്ത് ലാംഗ്വേജ് ടെസ്റ്റും ആയിക്കോട്ടെ അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നു.